അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മളെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യലാണല്ലോ ഈ ദിവസം. അപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ച് അത് നടന്നില്ല. എന്നാൽ പിന്നെ വൈകുന്നേരം ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരം പോകാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇതാ റെഡിയായി ഞങ്ങളിതാ പോകാൻ വേണ്ടി ബൈക്കിലൊക്കെ കയറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് നമ്മളെ ആലുവ മഹാശിവക്ഷേത്രത്തിലേക്കാണ്. കൊച്ചിയിലെ നല്ല പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടുന്ന് പോവാറുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, എന്നാലും നമ്മൾ ഇടയ്ക്ക് പോവലുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. കയറുന്ന എൻട്രൻസ് തന്നെ വലിയൊരു ശിവൻ്റെ പ്രതിഷ്ഠ തന്നെ അവിടെയുണ്ട്. അപ്പോൾ കയറുന്ന അവിടെ തന്നെ ഞങ്ങളിത് എൻട്രൻസൊക്കെ കയറി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. ഈ അമ്പലം എന്ന് പറയുന്നത് ആ അമ്പലം ഒരു സെൻട്രലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുഭാഗവും അടിപൊളിയാണ് കേട്ടോ കാണാൻ. മീൻസ് ഒരുപാട് സ്ഥലമുണ്ട് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരു സൈഡിലാണെങ്കിൽ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്തെ സൈഡിൽ ഒരു നാച്ചുറലാണ്, ഭയങ്കര നാച്ചുറൽ വൈബാണ് നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ. ഇവളെ മുഖം ഒരു ഉറക്കപ്പിച്ചിൽ മുഖമാണ് കേട്ടോ. ഇവൾ അങ്ങനെ ഉറങ്ങിയിട്ടില്ല, എന്നാൽ അതാണ് അവളെ മുഖം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല നാച്ചുറൽ വൈബാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മളെ ശിവക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഞങ്ങളവിടെ തൊഴാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളെ കൗണ്ടർ, നമ്മൾ പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അതൊക്കെ എടുത്തിട്ട് നമ്മൾ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തൊഴാൻ പോകാൻ നോക്കുവാണ്. ഇനി ഞങ്ങൾക്ക് അപ്പോഴേക്ക് തുമ്പിപ്പെണ്ണ് നിലത്തിറങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ തുമ്പിപ്പെണ്ണ് ഒരു കണക്കിന് നിലത്തൊക്കെ ഇറക്കി അവളെ നടത്തിച്ച് ഞങ്ങളിതാ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. തൊഴുതിറങ്ങി ഇനി ഞങ്ങൾ അവൻ്റെ സൈഡിൽ തന്നെയുള്ള നമ്മൾ പുഴയിലൊന്ന് ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ച് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടോ പുഴയിൽ, ഒരുപാട് പേര് അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പുഴയിൽ. അപ്പോൾ ഞാൻ ഇവളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവൾ കണ്ടിട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ ഇവൾക്കൊരു പേടി പോലെയായിട്ട് ഇവൾ ഇറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഇവളെ ഇറക്കി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവൾ കയറുന്നില്ല. പിന്നെ ഇവളെ ഒരു കണക്കിന് എങ്ങനെയും ഞാൻ പൊക്കി കൊണ്ടുപോകുന്നതാണ്. അവൾ വരുന്നില്ല എന്നാണ് പറയുന്നത്. അമ്മ ഇറങ്ങുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു കണക്കിന് കയറി പോന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ബൈക്കിൽ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ ബർത്ത്ഡേൻ്റെ അടുത്ത പരിപാടിയായിട്ടുള്ള കേക്ക് മുറിയിലേക്ക് കടന്നു കേട്ടോ. ഇവളാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ തന്നെ കേക്ക് എപ്പോഴോ രാവിലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുറിക്കുന്ന സമയത്ത് കൊടുക്കാമെന്ന് വെച്ച് കൊടുത്തില്ലായിരുന്നു. കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മധുരമൊക്കെ കാരണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കേക്കൊക്കെ മുറിച്ചു. ഇവളും കേക്കൊക്കെ തന്നായിരുന്നു ഇവർക്ക്. പിന്നെ കേക്കിൻ്റെ അടുത്ത് ഇവളെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത്